കേരളത്തിൽ പുതിയ UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ പോരിനും നാടകീയമായ അഴിച്ചുപണികൾക്കും തുടക്കമായിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിലുണ്ടായിരുന്ന കുപ്രസിദ്ധരായ 2 രക്ഷാപ്രവർത്തകരായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പുതിയ പ്രതിപക്ഷ നേതാവിനൊപ്പം തന്നെ തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കടുത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത്. മുൻ ഭരണകാലത്തെ സ്വാധീനം ഉപയോഗിച്ച് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലും കസേര നിലനിർത്താനാണ് ഇവരുടെ ശ്രമം. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്ന് ഉറപ്പായ രമേശ് ചെന്നിത്തല തുടരന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കങ്ങൾ സജീവമായത്. പിണറായിയുടെ വിശ്വസ്തരായ ഈ ഉദ്യോഗസ്ഥർ പോലീസ് സംഘടന വഴി പുതിയ നീക്കങ്ങളെ സ്വാധീനിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ UDF സർക്കാർ അധികാരമേറ്റതോടെ കഴിഞ്ഞ 10 വർഷമായി പോലീസ് സേനയെ തങ്ങളുടെ വറുതിയിലാക്കി നിയന്ത്രിച്ചിരുന്ന ഇടതുപക്ഷ അനുകൂല സംഘടനകളുടെ പവർ പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അതേസമയം ആലപ്പുഴയിൽ വെച്ച് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള മർദ്ദന കേസിൽ SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും കടുത്ത വകുപ്പ് തല നടപടികൾ ഉണ്ടാകുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള സൂചന. ഇവരെ സർവീസിൽ നിന്നും അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാനുള്ള നിയമ സാധ്യതകളും പുതിയ ആഭ്യന്തര വകുപ്പ് വളരെ ഗൗരവത്തോടെ പരിശോധിച്ചു വരികയാണ്. പുതിയ മന്ത്രിമാരുടെയും VIP-കളുടെയും സുരക്ഷാ ചുമതലയ്ക്കായി പോലീസ് ആസ്ഥാനത്ത് നിന്നും തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക പട്ടിക നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത പ്രതികൂല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 പേരെയും ആ പട്ടികയിൽ നിന്ന് നേരത്തെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്ന അനിൽകുമാർ, സന്ദീപ് എന്നിവരാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം തുടരാൻ ആവതും ശ്രമിക്കുന്നത്. ഇതിനിടെ പിണറായി വിജയനൊപ്പം മുൻപുണ്ടായിരുന്ന എല്ലാ സുരക്ഷാ ഉദ്യോഗസ്ഥരോടും അടിയന്തരമായി സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ആസ്ഥാനത്ത് തിരികെ റിപ്പോർട്ട് ചെയ്യാൻ സംസ്ഥാന പോലീസ് മേധാവി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കമാൻഡ് ഓർഡറിന് പിന്നാലെയാണ് സംഘടനാ വഴിയുള്ള ഇവരുടെ സമ്മർദ്ദ രാഷ്ട്രീയ കളി നടക്കുന്നത്. എന്നാൽ മുൻ ഭരണാധികാരികളുടെ തണലിൽ നിയമം കയ്യിലെടുത്തവർക്ക് പുതിയ ആഭ്യന്തര വകുപ്പിൽ യാതൊരുവിധ ഇളവും നൽകേണ്ടതില്ലെന്നാണ് UDF ഉന്നത നേതൃത്വത്തിന്റെ കർശന നിലപാട്. ഭരണമാറ്റത്തിന് തൊട്ടു പിന്നാലെ പോലീസ് സേനയിലെ ശക്തരായ ഇടതുപക്ഷ അനുകൂല ഉദ്യോഗസ്ഥർക്കെതിരെ ആഭ്യന്തര വകുപ്പ് നേരിട്ട് ശക്തമായ അച്ചടക്ക നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് R പ്രശാന്ത്, ജനറൽ സെക്രട്ടറി CR ബിജു എന്നിവരെ തൽസ്ഥാനങ്ങളിൽ നിന്നും ദൂരേക്ക് തെറിപ്പിച്ചുകൊണ്ടാണ് പുതിയ സർക്കാർ തങ്ങളുടെ നയം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷമായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സുഖ സൗകര്യങ്ങളിൽ ഒരേ കസേരയിലിരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇരുവരും. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്ന അസോസിയേഷൻ പ്രസിഡന്റ് R പ്രശാന്തിനെ ക്രമസമാധാന ചുമതലയുള്ള തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷൻ SHO ആയിട്ടാണ് നിലവിൽ അടിയന്തരമായി സ്ഥലം മാറ്റിയിരിക്കുന്നത്. കൊച്ചിയിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൽ സുഖകരമായി ജോലി നോക്കിയിരുന്ന ജനറൽ സെക്രട്ടറി CR ബിജുവിനെ കൊച്ചി സിറ്റി പോലീസിലേക്കും താൽക്കാലികമായി മാറ്റി. ബിജുവിനെ ഏത് പോലീസ് സ്റ്റേഷനിലെ ക്രമസമാധാന ചുമതലയിലേക്കാണ് മാറ്റേണ്ടതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അടുത്ത ദിവസങ്ങളിൽ തീരുമാനിക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് സംസ്ഥാന പോലീസ് മേധാവി പ്രശാന്തിന്റെയും ബിജുവിന്റെയും സ്ഥലമാറ്റം സംബന്ധിച്ച അടിയന്തര ഉത്തരവ് നേരിട്ട് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ഇരുവരും ഔദ്യോഗികമായി പോലീസ് യൂണിഫോം പോലും ഇട്ടിട്ടില്ലെന്നാണ് ആക്ഷേപം. അതുകൊണ്ടാണ് ഇവരെ AC റൂമുകളിൽ നിന്നും സാധാരണ ജനങ്ങളിലേക്ക് ഇറക്കി കഠിനമായ ലോ ആൻഡ് ഓർഡർ ചുമതലകളിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നുമാണ് പോലീസിലെ കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കൾ പരസ്യമായി പരിഹസിക്കുന്നത്. അതേസമയം പൊതുവായ ജനങ്ങൾ ട്രാൻസ്ഫറിന് കാത്തു നിൽക്കാതെ പ്രത്യേക ഉത്തരവിലൂടെ സംസ്ഥാന പോലീസ് മേധാവി ഇത്തരമൊരു അടിയന്തര സ്ഥലമാറ്റ നടപടി എടുത്തതിന് പിന്നിൽ ശുദ്ധമായ രാഷ്ട്രീയ പകപോക്കലാണെന്ന് പോലീസ് അസോസിയേഷൻ ആരോപിക്കുന്നു. മുൻ സർക്കാരിന്റെ നയങ്ങൾക്ക് അനുകൂലമായി നിലകൊണ്ട നേതാക്കൾക്ക് നേരെ ഇത്തരത്തിലുള്ള വേട്ടയാടൽ പുതിയ സർക്കാരിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നതാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ പറയുന്നു. എന്നാൽ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരത്തിലേറി മണിക്കൂറുകൾക്കകം തന്നെ ആഭ്യന്തര വകുപ്പ് ഇത്തരമൊരു ശക്തമായ നീക്കം നടത്തിയത് വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന വലിയ അഴിച്ചുപണികളുടെ സൂചന മാത്രമാണ്. കഴിഞ്ഞ ഇടതുപക്ഷ ഭരണകാലത്ത് ക്രമസമാധാന ചുമതലകളിലും തന്ത്രപ്രധാനമായ കസേരകളിലും ഇരുന്ന പല പ്രമുഖ ഉദ്യോഗസ്ഥരുടെയും കസേര തെറിക്കുന്ന കൂടുതൽ സ്ഥലംമാറ്റ ഉത്തരവുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ തുടർച്ചയായി പുറത്തിറങ്ങുമെന്നാണ് പുറത്തുവരുന്ന വിശ്വസനീയമായ വിവരം.